ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ടേസ്റ്റിയായ ബീറ്റ്റൂട്ട് അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില. ഇത്രയും എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ബീറ്റ്റൂട്ട് അച്ചാർ ഉണ്ടാക്കാനായിട്ട് 2 വലിയ സൈസിലുള്ള ബീറ്റ്റൂട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് ഇതുപോലെ സ്ലൈസസായി അരിഞ്ഞു വെക്കുക. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഈ സമയത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ച് സിമ്മിലിട്ട് വേവിക്കാം. അത് അധികം അങ്ങ് വെന്ത് പോകേണ്ട കാര്യമില്ല കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ചാൽ മതിയാവും കേട്ടോ. 10 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് പോകരുത് കേട്ടോ. പിന്നെ നമുക്കിത് സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. പിന്നെ ഇത് മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ബീറ്റ്റൂട്ടിലെ നല്ല വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ബീറ്റ്റൂട്ടിലെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി. ഇത്രയും പൊടികൾ നമുക്ക് ഈ ബീറ്റ്റൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളുടെ എല്ലാം പച്ചക്കുത്തലുകൾ മാറുന്നത് വരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഈ പൊടികളെല്ലാം നന്നായി മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചൊറുക്ക ചേർത്ത് കൊടുക്കണം. ചൊറുക്ക അഥവാ വിനാഗിരി എന്ന് പറയും. നമ്മൾ അച്ചാറിൻ്റെ മെയിൻ ഐറ്റം അതാണ്. അപ്പോൾ അത് നന്നായിട്ട് പൊടികളെല്ലാം മൂത്ത് വന്നതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം അത്യാവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്തിടാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചൊറുക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചൊറുക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൊറുക്ക ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കണം. കാരണം ചൊറുക്ക ചേർക്കുമ്പോൾ നമ്മുടെ ഉപ്പിൻ്റെ അളവ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു ഡ്രൈ ആയ കണ്ടെയ്നറിലിട്ട് അടച്ചു വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.